ഇന്ന് രാവിലെ കാണുന്ന ഒരു വാർത്ത, താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിനെതിരെ സമരം, 300ഓളം പേർക്കെതിരെ കേസിടാം, പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് FIR. ഒരു രാജ്യദ്രോഹ കുറ്റം കൂടി ചുമത്തായിരുന്നു കേട്ടോ സർക്കാരെ ആ പാവപ്പെട്ട ജനങ്ങളെ മേലിൽ. ഞാൻ ഈ വിഷയത്തെ കണ്ടപ്പോൾ ആലോചിച്ചു പോയത്, ഒരു നാട് മുഴുവൻ പ്രതിസന്ധിയിലാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് നേടാനാണ്? ശാസ്ത്രീയമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? ശാസ്ത്രീയമായിട്ട് ഈ വീഡിയോ ഞാനേ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് താമരശ്ശേരി ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാരായ ആളുകൾ പ്രയാസപ്പെട്ടവരുടെ പ്രയാസത്തിന്റെ പുറത്ത് പ്രതിഷേധം നടത്തിയപ്പോൾ അവർക്കെതിരെ 300ഓളം പേർക്കെതിരെ കേസെടുത്ത് ആ വിഷയത്തിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ഞാൻ അതിങ്ങനെ തന്നെ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ആ മനുഷ്യരുടെ സമരത്തിന് ഒരു ഫലം കണ്ടിരിക്കുന്നു. അവർ വലിയ ആഹ്ലാദത്തിലാണ്. ഞാൻ ഇപ്പോഴാണ് ആ ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ കണ്ടത്. ഈ ഫ്രഷ് കട്ടിനെതിരെ സമരം ചെയ്ത ആ സാധാരണക്കാരായ മനുഷ്യർക്കെതിരെ 300ഓളം പേർക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ ശക്തമായി അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും അവരുടെ സമരം ഫലം കണ്ടിരിക്കുന്നു. സർക്കാർ അതിൽ ഇടപെട്ടിരിക്കുന്നു, അത് പൂട്ടിയിരിക്കുന്നു. എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ഇനിയും അവർ എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ ഉപയോഗിച്ചുകൊണ്ട് തുറക്കാൻ അവർ അയക്കരുത്. പാവപ്പെട്ട ജനങ്ങൾ ശ്വാസം വിടാൻ കഴിയാതെ അത്രക്കും മോശപ്പെട്ടൊരവസ്ഥയിലാണ് ആ ജനങ്ങൾ അവിടെ ജീവിക്കുന്നത്. ഇപ്പൊ നമുക്കറിയില്ല, ഇത് അവിടെ മാത്രമുള്ള ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ എൻ്റെ തൊട്ടടുത്ത നാടാണ് പുല്ലങ്കോട് സ്റ്റേറ്റ്. അവിടുത്തെ ഒരു പ്രയാസകരമായ അവസ്ഥ എന്താണ്, അവിടുത്തെ ആളുകൾക്കൊക്കെ പല ആളുകൾക്കും ശ്വാസം മുട്ടലാണ്. കാരണം ഈ ആസിഡിന്റെയും റബ്ബറിന്റെയും ഒക്കെ സംഗതി കൃത്യമായി സംസ്കരിക്കാതെ അവർ തോന്നിയ മാതിരി പോവാണ്. അതിനെതിരെ കേസുമായിട്ട് അങ്ങ് നീണ്ടു പോവുക എന്നല്ലാതെ വേറെ ഇതൊന്നുമില്ല. ശരിക്കും സർക്കാർ ഇത് ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിന് തീർപ്പുണ്ടാക്കും. ഒന്നും വേണ്ട. ഇപ്പൊ എൻ്റെ നാട്ടില് ഇവിടുന്ന് ഈ ഹരിതകർമ്മസേന വന്നുകൊണ്ട് 50 ഉറുപ്പ്യം വാങ്ങിയാണ്ട് കൊണ്ടുപോണ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് ഡംപ് ചെയ്ത സ്ഥലമാണെങ്കിൽ ഞാൻ നാളെ മറ്റന്നാളും നിങ്ങൾക്ക് കാണിച്ചു തരാം. പൂക്കോട്ടുംപാട ഹയർ സെക്കൻഡറി സ്കൂൾ, 1000കണക്കിന് കുട്ടികൾ പഠിക്കുക, അന്തം വിടും. പിന്നെ കൃഷിഭവന്, KCB, ഹോസ്പിറ്റല്, അതേപോലെ തന്നെ ബുദ്ധിമാന്ദ്യം വന്ന കുട്ടികൾ പഠിക്കുന്ന തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ. ഇത്രയും ജനങ്ങൾ ഇങ്ങനെ കയറി പൊതുജനങ്ങളുടെ സേവനങ്ങൾക്കുള്ള ഇത്രയും സ്ഥാപനങ്ങൾക്ക് ഇടയിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തിരിക്കണം. അമരമ്പലം പഞ്ചായത്തിലെ ഡംപ് ചെയ്യുന്ന സ്ഥലം ഞാൻ വേണമെങ്കിൽ ആരോഗ്യ വകുപ്പിനെയും ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെയും മെൻഷൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു നാടിന്റെ അവസ്ഥയുണ്ട്. ഇവിടെ നമുക്കറിയാലോ ഇതിന്റെ പ്രശ്നം എന്താ പറയുക, നമ്മളെ നാട്ടിൽ ഒരു പാട്ടിയിൽ ഇങ്ങനെ വെള്ളം നിൽക്കുകയാണെങ്കിൽ ആരോഗ്യവകുപ്പ് വന്നിട്ട് പറയും അവിടെ കൊതുക് മുട്ടടും, ഇവിടെ അങ്ങനെ ആക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊക്കെ അത് റെഡിയാക്കിച്ചു. എന്നാൽ ഇവർ ഈ കൊണ്ടുപോകുന്ന വേസ്റ്റയുടെ ഡംപ് ചെയ്യാറ് ഇത്തരം സ്ഥലങ്ങൾ ഇവർ നോക്കിയില്ല. കാരണം അത് സർക്കാരിൻ്റെയൊക്കെ എന്താ പറയുക, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അനുമതിയോട് കൂടി ചെയ്യണേ എന്താ പറയുക, മോശത്തരായതുകൊണ്ട് അതിന് വേറെ വർത്താനല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ജനസാന്ദ്രമായ ഒരു മേഖലയിൽ ഇത്തരം ഫ്രഷ് കട്ട് വരുന്നില്ല. നാട് നിന്ന് നാറിയാലും അവിടെ പ്രതിഷേധങ്ങൾക്ക് 300ഓളം വരുന്ന ആൾക്കാർക്ക് കേസെടുത്തു എന്ന് മാത്രമല്ല, അവരെ വീടാതെ രാത്രി കയറിയിട്ട് പോലീസ് വലിയ രീതിയിൽ തോതിലുള്ള പ്രയാസപ്പെടുത്തലുണ്ടായത് ഒക്കെ നമ്മൾ കണ്ടതാ. ഏതായാലും ഇതൊക്കെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സർക്കാരിനെതിരെ വലിയ ജനരോഷം വന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോവാണ്. ഞാൻ അന്ന് പ്രതിഷേധിച്ചതിനെ കുറിച്ച് ഓർത്തുപോവാണ്. ഏതായാലും ആ മനുഷ്യരുടെ പ്രയാസത്തോടൊപ്പം വന്ന് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്തിട്ടുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് രാജ്യദ്രോഹ കുറ്റം ചുമത്താനാണ് പറഞ്ഞത്. കാരണം സ്വന്തം നാട്ടിൽ ശ്വാസം വിടാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു പ്രതിഷേധിച്ചതിന്റെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ അവരെ രാജ്യദ്രോഹ കേസും കൂടി എടുത്തോട്ടെ. കാരണം എന്തും നടക്കുമല്ലോ. ഏതായാലും പ്രിയപ്പെട്ടവരെ, എനിക്ക് അവരുടെ സന്തോഷം, ആ നാടിന്റെ സന്തോഷം കണ്ടപ്പോൾ വളരെയധികം എനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ തോന്നി. ആ പ്രയാസകരമായ അവസ്ഥയിൽ ആ മനുഷ്യർ സമരം ചെയ്തപ്പോൾ അവിടുത്തെ ഉമ്മാര്, അമ്മമാര്, അച്ഛന്മാര്, കുട്ടികൾ എല്ലാവരും റോട്ടിലിറങ്ങി അത് പൂട്ടിപ്പോകുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ ഇവരുടെ ആഹ്ലാദത്തിൽ മനസ്സിലാക്കുകയാണ്. എന്തായാലും അത് തുറക്കാൻ അയക്കാത്ത രീതിയിൽ നിങ്ങളെ ഇടപെടൽ മാത്രമല്ല, 300ഓളം വരുന്ന ആൾക്കാർ കേസെടുത്തിട്ട് പ്രയാസമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുടെ മന്ത്രിസഭ ഒരു ഐക്യകണ്ഠേന തീരുമാനമെടുത്തുകൊണ്ട് ആ കേസ് പിൻവലിക്കാനുള്ള ഒരു സംവിധാനം കൂടി ആ സാധുക്കൾക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എനിക്ക് എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, പക്ഷെ നാട്ടിലൊരു നല്ല കാര്യം ചെയ്താൽ അതിനെയും, മോശത്തരം ചെയ്താൽ അതിനെയും പറയാനുള്ള ഒരു രാഷ്ട്രീയ മനസ്സാണ് നമുക്ക് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതല്ലാതെ വെറുപ്പിന്റെ രാഷ്ട്രീയം നമുക്കില്ല. എനിക്ക് ആ ആളുകളോട് വളരെയധികം അവരുടെ പ്രയത്നത്തിന്, അവരുടെ പ്രതിഷേധത്തിന് ഫലം കണ്ടിരിക്കുന്നു. അതുപോലെ നിലനിർത്തി ആ നാടിനെ സുരക്ഷിതമാക്കട്ടെ ഈ സർക്കാർ എന്നുള്ളത് കൂടി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.